പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നു. എൻ്റെ പേര് അനു. ഞാൻ വരുന്നത് ഏറ്റുമാനൂരിൽ നിന്നാണ്. സെൻറ്റ് മേരീസ് ചർച്ച് വേദഗിരി ഇടഭാഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 11/2/2025 ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയുടെ കാര്യം ഞാൻ അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിരുന്നു. അമ്മ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാൻ വിദേശ പഠനത്തിനായി ജർമ്മനിക്ക് പോകാനായിട്ട് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ആദ്യം ഒന്ന് എക്സാം, എൻ്റെ കൂടെ ഉള്ള കുട്ടികളും ഞാനും എക്സാം എഴുതാനായിട്ട് പോയിരുന്നു. ആ എക്സാമിന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നെങ്കിലും എൻ്റെ മെറിറ്റിലായിരുന്നു ഞാൻ കൂടുതൽ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, വിജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെയും ഈശോയുടെയും കൃപ കൊണ്ട് മാത്രമേ എനിക്ക് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലെ എല്ലാ നിബന്ധനകളും കറക്റ്റായിട്ട് ഞാൻ പാലിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ചു. 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിച്ചു. 1 മണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അരമണിക്കൂർ ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ നിബന്ധനകളും കറക്റ്റായിട്ട് പാലിച്ചു. എന്നും 5:30 പ്രതീക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ ചെല്ലുമായിരുന്നു. ഡെയിലി ബ്ലെസ്സിങ്, അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും വചനങ്ങൾ എഴുതി അയക്കുകയും ചെയ്യുമായിരുന്നു. വചനങ്ങൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി ആദ്യമായി സ്ലോട്ട് എടുത്തു. മാർച്ചിൽ എക്സാമിന് സ്ലോട്ട് എടുത്തു. ആദ്യം തന്നെ എഴുതാനിരുന്നത് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആണ്. ആദ്യമായിട്ട് എഴുതുന്നതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. അഡ്വൈസ് ചോദിച്ചവരെല്ലാം പറഞ്ഞത് ഏറ്റവും പാടുള്ള എക്സാമാണ്, ആദ്യത്തെ അറ്റംപ്റ്റിന് കിട്ടത്തില്ല, 2 തവണയൊക്കെ എഴുതി കഴിയുമ്പം പാസ്സാകുമായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഉടമ്പടിയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. നീ അവരെ ഭയപ്പെടേണ്ട, നിൻ്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്, ജെറമ്യ 1:8. ഈ വചനം എഴുതി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ എക്സാമിന് പോയി. 2 എക്സാമും വളരെ ടഫുള്ള എക്സാമായിരുന്നു. എക്സാം ഹാളിൽ കയറി ഞാൻ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി തൈലവും കാശുരൂപം ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തിന് ഞാൻ ഉടമ്പടി തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുത്തിരുന്നു. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറി. ഇടയ്ക്ക് പാടായി പോയപ്പോഴും പറയാൻ പറ്റാതെ വന്ന സമയത്ത് ഉടമ്പടി കാശുരൂപത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചതിന് എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചു. അങ്ങനെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി. ആ എക്സാമിൻ്റെ ആദ്യത്തെ അനുഗ്രഹം എനിക്ക് കിട്ടിയത് 10 മണി തൊട്ട് 6 മണി വരെയുള്ള എക്സാമിന് എനിക്ക് 10 മണിക്ക് തന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. വേഗം തന്നെ എക്സാം എഴുതി ഇറങ്ങാൻ പറ്റി. പിറ്റേ ദിവസം എക്സാമിന് കയറി, റൈറ്റിങ്ങിന് കയറി. എനിക്കറിയാത്തൊരു ടോപ്പിക്ക് വന്നു. ഉടമ്പടി ഉപ്പ് ഞാൻ എഴുതുന്ന പേപ്പറിൻ്റെ മുന്നിൽ വിതറിയിട്ടായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി എഴുതിയത്. കറക്റ്റ് സമയത്ത് എഴുതി ഞാൻ കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ ഒരു തടസ്സവും കൂടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് എക്സാമിന് സ്ലോട്ട് എടുത്തു. 2ാമത്തെ എക്സാം ഞാൻ എഴുതാൻ വേണ്ടി പോയപ്പം ഹോളി വീക്ക് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കായിരുന്നു. ഹോളി വീക്കിൽ 7 ദിവസവും ഞാൻ ഉടമ്പടിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ഉപവാസത്തിലൂടെയും നന്നായിട്ട് പ്രാർത്ഥിച്ചു. അടുത്ത എക്സാമിന് അപ്പിയർ ചെയ്തു. അങ്ങനെ ആ 2 എക്സാമും ഞാൻ ചെന്നു. ആ എക്സാമിന് പോയപ്പോൾ ഞാൻ വേറൊരു വചനം പഠിച്ചു. നിനക്ക് നഷ്ടപ്പെട്ടത് ഞാൻ 7 ഇരട്ടിയായിട്ട് നിനക്ക് തിരിച്ചു തരും, മുൻപത്തേതുപോലെ തന്നെ നിന്നെ ഞാൻ വീണ്ടും സഹായിക്കും എന്നുള്ള വചനം. ജോയൽ പ്രവാചകൻ 2:25. ആ വചനം എഴുതി ഞാൻ പ്രാർത്ഥിച്ചു. എക്സാമിന് അറ്റൻഡ് ചെയ്തു. ഏറ്റവും നല്ല മാർക്കോടുകൂടി 7 ഇരട്ടിയായിട്ട് അമ്മ മാതാവ് എനിക്ക് ആ എക്സാമിന് എന്നെ പാസ്സാക്കി. 100ൽ 90 മാർക്ക് തന്നി, ഏറ്റവും നല്ല മാർക്ക് തന്നി. 2 എക്സാമിനും എന്നെ പാസ്സാക്കി. അധികം ഞാൻ അടുത്ത പ്രോസസ്സിങ്ങിനായിട്ട് കൊടുത്തു, ഏജൻസിയിൽ കൊടുത്തു. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോയി. അങ്ങനെ ഉടമ്പടി ജൂണിൽ ഞാൻ വീണ്ടും പുതുക്കി കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചിരുന്നു. ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്തത്. അതും ഒരു തടസ്സവും കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി. വിസ പ്രോസസ്സിങ്ങിനായിട്ട് കൊടുത്തു. വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് കൊടുത്തു കഴിഞ്ഞ് ജൂലൈയിലേക്ക് സ്ലോട്ട് എടുത്തു. അങ്ങനെ ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് ഓൺലൈനായിട്ട് വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്തവർക്ക് ജർമ്മനിയിൽ ഇപ്പം പുതിയ നിയമം മാറി. അപ്പോൾ CSP എന്നുള്ളൊരു പോർട്ടൽ വഴി നമുക്ക് അപ്രൂവൽ വരാണ്ട് ഒരിക്കലും വിസയ്ക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒരു തടസ്സം മുന്നിൽ കണ്ട് പേടിച്ചു നിന്നു, പ്രാർത്ഥിച്ചു. പക്ഷേ ഓരോ ദിവസം പോകുന്തോറും
ഓരോ തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. 2 തൊട്ട് 6 മാസം വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻസിയിൽ നിന്ന് അറിയിച്ചു പോകാൻ പറ്റില്ലായിരിക്കും, തടസ്സമാണ്, അടുത്ത മാർച്ചിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ വരെ നോക്കി നിന്നു, വന്നില്ല. ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങും. സെപ്റ്റംബർ 15 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ 36 ദിവസം 36 എന്നുള്ളൊരു നമ്പർ തന്നു. അങ്ങനെ 36 ദിവസത്തിനുള്ളിൽ നീ പോകുമെന്ന് പറഞ്ഞു. ആ നമ്പർ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു അപ്പോയിൻമെൻറ്റ് തരാം എല്ലാവർക്കും, ഈ ഇൻടേക്കിന് പോകുന്നവർക്ക്. അങ്ങനെ ഈ ഇൻടേക്കിന് പോകുന്നവർക്ക് സ്പെഷ്യലായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് തന്നു. അത് കഴിഞ്ഞുള്ള പിറ്റേ ദിവസം അപ്രൂവലിൻ്റെ ആദ്യത്തെ മെയിൽ വന്നു. അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറി. 22-ാം തീയതി വിസയ്ക്ക് വെച്ചു. പക്ഷേ ടൈമില്ല എന്നുള്ളത് അവർ അറിയിച്ചു. ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങും. 7 തൊട്ട് 14 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 14 ദിവസം കഴിഞ്ഞു, വിസ വന്നില്ല. അങ്ങനെ വിസ വന്നവരെല്ലാം കയറി പോകാൻ തുടങ്ങി. പിറ്റേ ദിവസം തന്നെ പോകണം, അല്ലെ അന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. 14 ദിവസം കഴിഞ്ഞു. ഒക്ടോബർ 1 കഴിഞ്ഞു. വീണ്ടും നിരാശയിലേക്ക് പോയി. പക്ഷെ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചിരുന്നു. പ്രാർത്ഥനയോട് തന്നെ മുന്നോട്ട് പോയി. 14-ാം തീയതി ഡിസ്പാച്ച് മെയിൽ വന്നു. അങ്ങനെ 16-ാം തീയതി എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. പക്ഷേ വിസ കിട്ടിക്കഴിഞ്ഞ് എല്ലാ തടസ്സങ്ങളും മാറി. എല്ലാവരോടും പോകുക, പിറ്റേ ദിവസം പോകണം എന്ന് പറഞ്ഞു വീട്ടിൽ വന്നു. കൊന്തമാസമായിരുന്നു. ജപമാല കഴിഞ്ഞ് വീട്ടിൽ വന്നു. 8 മണിയായിട്ടും ഇവരിതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യം പറയുന്നില്ല. ചെയ്യാമെന്ന് പറയുന്നു, ഇതുവരെ ഒന്നും ചെയ്തില്ല. 8 മണിയായപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ജർമ്മനിക്ക് അനുവിനെ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി, എന്തോ പറയുന്നതെന്നുള്ള രീതിയിലായി. ഭയങ്കര പേടിയായി. എങ്ങനെ ഇത് വീട്ടിൽ പറയും, എല്ലാവരോടും പറഞ്ഞു പോകുക, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുവാണ്, ഇവരോട് ഇതെങ്ങനെ പറയുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു. എല്ലാവരും വളരെയധികം സങ്കടത്തിലായി. അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവരും വിളിക്കാൻ തുടങ്ങി, എപ്പോഴാണ് പോകുന്നത്, എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്, പോയാൽ മതി. ആ ഒരവസ്ഥയിൽ പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആകെ തളർന്നു പോയി. അങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ മാതാവിനെ കാണാൻ ഇവിടെ വന്നു. മാതാവിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് എന്ത് പറ്റി, എവിടെ വെച്ചാണ് എനിക്ക് തെറ്റിപ്പോയെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു, പ്രാർത്ഥിച്ചു. എവിടെയോ ഒരു തടസ്സം ഉണ്ടായിരുന്നു. ഇത്രയും അനുഗ്രഹം മാതാവ് തന്നപ്പോഴും എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിക്കുക, തടസ്സങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് അച്ഛനെ കണ്ടിറങ്ങി ഫ്രണ്ടിലെ മാതാവിൻ്റെ ഗ്രോട്ടിൽ ചെന്ന് ഞാൻ കൈവിരിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. കുറേ കരഞ്ഞു. അപ്പോൾ ഇവിടെ സേവനം ചെയ്യുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തകൻ എൻ്റെ അടുത്ത് വന്നു, എന്നെ ആശ്വസിപ്പിച്ചു. എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു, എന്ത് പ്രശ്നം, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ആ ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞത്, ഇത്രയും അനുഗ്രഹം നിനക്ക് തന്നിട്ടും നീ എന്തുകൊണ്ട് സാക്ഷ്യം പറഞ്ഞില്ല, ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മയുടെ അടുത്ത് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റെന്തായിരുന്നു എന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. ഇത്രയും അനുഗ്രഹം മാതാവ് തന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നില്ല, പ്രാർത്ഥിച്ചു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് തന്നെ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി പോകുവാണെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേർന്നു. ഒക്ടോബറിലെ ജപമാല റാലിയിൽ, അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാൻ ഉള്ള അവസരം കിട്ടി. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. പള്ളി എത്തുന്നിടം വരെ ഞാൻ ജപമാല മുറുകെ ചൊല്ലിക്കൊണ്ട് തന്നെ ഒച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് തന്നെ ഞാൻ ചൊല്ലി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഡിസംബർ 23 വീണ്ടും ഉടമ്പടി പുതുക്കി. എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ മാതാവ് എനിക്ക് അടുത്ത വർഷത്തേക്കുള്ള എല്ലാ പേപ്പറുകളും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ചെയ്തു തന്നു. ജനുവരി ആയപ്പോഴേക്ക് എൻ്റെ കംപ്ലീറ്റ് പേപ്പർ വർക്കുകളും തീർന്നു. ഇനി ഒരു തടസ്സവും കൂടാണ്ട് എനിക്ക് പോകാമെന്നവർ പറഞ്ഞു. അങ്ങനെ ഞാൻ മാർച്ചിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ക്ലാസ്സിൽ കയറാൻ താമസിച്ച് പോകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ 1 മാസം മുന്നേ എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റി. 1 മാസം മുന്നേ എനിക്ക് അവിടെ ചെല്ലാനുള്ള ഒരു അവസരം അവർ തന്നു. അങ്ങനെ മാർച്ച് 1-ാം തീയതി ഞാനും എൻ്റെ കൂടെയുള്ള സുഹൃത്തും ജർമ്മനിലേക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, എല്ലാ മാസവും ഞാൻ ഉടമ്പടി എടുത്ത ആ മാസം തൊട്ട് ഈ മാസം വരെ ഞാൻ മുടങ്ങാതെ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ സാമ്പത്തികമായി രോഗികളായി കിടക്കുന്നവരും ക്രിട്ടിക്കലായിട്ട് ആശുപത്രി കിടക്കുന്നവർക്കും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കുമായിരുന്നു. അതുപോലെ ജർമ്മൻ പഠിക്കാൻ പറ്റാതെ എക്സാം എഴുതി പാസ്സാവാൻ പറ്റാത്തവർക്ക് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പുകളിലും പിന്നെ ബസ് യാത്ര ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ആൾക്കും ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. പ്രാർത്ഥിച്ച് ഞാൻ പത്രം കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. ജെറമിയ 29:12-13 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും,
എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അനു ഓസ്റ്റിൻ എന്ന ഈ മകളുടെ ഉജ്ജ്വലമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ഈ സാക്ഷ്യം ആദ്യ അവസാനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മമാതാവ് മകളെ എങ്ങനെ കൈപിടിച്ച് നടത്തിയെന്ന് വ്യക്തമായി മകൾ പറയുന്നുണ്ട്. ഏറ്റവും ക്ലേശകരമായ ജർമ്മൻ 2 മൊഡ്യൂൾസ് റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആദ്യ അവസരത്തിൽ ഉടമ്പടി എടുത്തിട്ട് മകളെ ജയിപ്പിച്ച് മുന്നോട്ട് നയിച്ച സമയം മുതൽ ഓരോ തവണയും ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും വചനം എഴുതി പ്രാർത്ഥിക്കുകയും അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ തടസ്സങ്ങൾ ഓരോന്നും മാറി ഏറ്റവും മികച്ച വിജയങ്ങൾ നൽകി. നടപടിക്രമങ്ങളും പ്രോസസ്സും വേഗത്തിലാക്കി. വിസ ലഭിക്കുന്നതുവരെയും ഓരോ കാര്യങ്ങളും യാതൊരു കുഴപ്പവുമില്ലാതെ അമ്മ മാതാവ് കൊണ്ടുചെന്നെത്തിച്ചത് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നാൽ അതിനുശേഷം വളരെ ഗുരുതരമായ ക്ലേശത്തിലേക്ക്, സങ്കടത്തിലേക്ക് മാറും വിധം ജീവിതം ഒന്ന് മാറി മറിയുന്നുണ്ട്. മകൾക്കെല്ലാം കൈപ്പിടിയിൽ കിട്ടുമ്പോഴും ജർമ്മനിലേക്ക് പോകുവാനുള്ള അനുവാദം കിട്ടുന്നില്ല, ശരിയാവുന്നില്ല. അതാണ് മകൾ പറയുന്നത്. വിസ കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധത്തിലെ തടസ്സങ്ങളിലേക്ക് വന്നു വീഴുന്നു. ആർക്കും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. മകൾക്കോ കുടുംബത്തിനോ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്നില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് അടുത്ത ദിവസം പോകാനിരിക്കുമ്പോൾ പോകാൻ പറ്റാത്തത്ര ജീവിത വിഷയത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു സാക്ഷ്യം ശ്രദ്ധിക്കേണ്ട സാക്ഷ്യമാണ് ഉടമ്പടിയിൽ ജീവിക്കുന്നവർ. കാരണം നമ്മൾ ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഉടമ്പടി പൂർണ്ണമായും നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകാം എന്ന് നമ്മളോട് ഈ സാക്ഷ്യം പറയുകയാണ്. മകൾ തന്നെയാണ് കണ്ടെത്തുന്നത്. അതിൻ്റെ കാരണം അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് തടസ്സങ്ങൾ മാറും എന്ന് അറിയിച്ച് മകളെ തിരികെ വിടുമ്പോൾ മാതാവിൻ്റെ നടയിൽ വെച്ച് ഒരു പ്രേക്ഷിത മോളോട് പറയുന്നൊരു വാചകത്തിലാണ് മകളുടെ ജീവിതത്തിൽ വന്നുപോയ ഒരു കുറവിനെക്കുറിച്ച്, ഉടമ്പടി പ്രകാരമുള്ള ഒരു കുറവിനെക്കുറിച്ച് മകൾ തിരിച്ചറിയുന്നത്. അത് സാക്ഷ്യപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ജോസഫച്ചൻ നമ്മളോട് ഈ കഠിന ധ്യാനങ്ങളിലൊക്കെയും വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്, ഉടമ്പടിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ, നിശ്ചയമായും സാക്ഷ്യപ്പെടുത്തണമെന്ന്. അച്ഛൻ ഇത് ആദ്യം പറയുമ്പോൾ പലർക്കും തോന്നും, ഇതെന്താണ് അച്ഛൻ ഇത്ര നിർബന്ധം? ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, ഞങ്ങൾ വിശ്വാസത്തിൽ കൂടുതൽ ബലപ്പെട്ട് നിൽക്കുന്നില്ലേ, ഇത് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ എന്ന് നമുക്ക് പലരും മനസ്സുകൊണ്ട് ഇതിനോട് മറുതലിച്ച് ചോദിക്കുന്നുണ്ടാവും. ലഭിച്ച അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്താതെ അത് എനിക്ക് കിട്ടി, എൻ്റെ കൂടെ കുറച്ച് പരിശ്രമമുണ്ടായിരുന്നു, എൻ്റെ കൂടെ കുറേ പണം മുടക്കിയിരുന്നു, അതുകൊണ്ട് എനിക്ക് കൂടി അതിനകത്തൊരു റോളുണ്ട് എന്നൊക്കെ ദൈവം തൊട്ടനുഗ്രഹിച്ചതിനെ പോലും നമ്മൾ ഓരോ വാക്ക് പറഞ്ഞ് ചെറുതാക്കുന്നതിനെ ഇടയ്ക്കെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അവരെല്ലാവരും ശരിക്കും ഈ സാക്ഷ്യത്തെ ഒന്ന് സൂക്ഷിക്കണം. കാരണം എല്ലാം റെഡിയായി, തടസ്സങ്ങളൊന്നുമില്ല, വിദേശത്തെത്തുമെന്ന് എല്ലാവരും ഉറപ്പിക്കുന്ന നിമിഷങ്ങളിൽ ഒന്ന് ദൈവം കരം പിൻവലിച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ മുൻഗതി, നിൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രകൾ, നിൻ്റെ ആരോഗ്യത്തിൻ്റെ മേഖലകൾ, നിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ വിഷയങ്ങൾ, ഐശ്വര്യത്തിൻ്റെ മേഖലകൾ, പ്രാർത്ഥിച്ചൊരുക്കിയെടുത്ത് അനുഭവിക്കുമെന്ന് കരുതിയ ജീവിതത്തിൻ്റെ പ്രത്യേകമായ അവസ്ഥകൾ, അതിനൊക്കെ പുറകോട്ടടിക്കുവാനുള്ള സാധ്യതയുണ്ടെന്ന്. അത് വളരെ ആകുലതയോടുകൂടി കേൾക്കേണ്ട ഒരു സാക്ഷ്യമാണ്. സാക്ഷ്യപ്പെടുത്തുക എന്നത് ദൈവത്തിന് അവകാശപ്പെടുന്നതും ദൈവത്തിന് നമുക്ക് കൊടുക്കാനാവുന്ന ഏക പ്രവൃത്തിയുമാണ്. ഭൗതികമായ നന്മകളൊക്കെ നമുക്ക് നൽകുമ്പോൾ ദൈവത്തിന് നമുക്ക് കൊടുക്കുവാനുള്ളത് നന്ദി മാത്രമാണ്. ആ ഭൗതികമായ നന്മകൾക്ക് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് തകർച്ചയിൽ നിന്നും ഉയർത്തിയെടുത്ത് ജീവിതത്തെ ഇത്രത്തോളം എത്തിക്കുന്ന ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നന്ദി പറച്ചിലില്ലായ്മ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ പിൻവലിക്കുവാൻ പോലും കാരണമായേക്കാമെന്ന് ഒരു മകൾ ഈ അൾത്താരയിൽ ആഘോഷത്തോടു കൂടി വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, സാക്ഷ്യപ്പെടുത്തുക എന്നത് നമ്മുടെ ഒരു ഔദാര്യമല്ല,
സാക്ഷ്യപ്പെടുത്തുക എന്നത് ദൈവത്തിന് കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ്, ദൈവത്തിൻ്റെ അവകാശമാണ്. അതുകൊണ്ട് ഉടമ്പടി പ്രത്യേകമായ ഒരു ദൈവിക ഫോർമുലയിൽ നമ്മുടെ ജീവിത രീതികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് യാതൊരു മെറിറ്റുമില്ലാതിരിക്കെ, നമുക്ക് യാതൊരു സാഹചര്യവുമില്ലാതിരിക്കെ, നമുക്ക് പരിമിതികളേറെ ഉണ്ടായിരിക്കെ ദൈവം അമ്മ മാതാവിലൂടെ പ്രത്യേകമാവിധം ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്നതാണെങ്കിൽ അതുപോലെ തന്നെ അമ്മ മാതാവിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നന്ദി പറയുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അതിൽ യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസുമില്ല. എപ്പോഴെങ്കിലും എന്നതിനെക്കുറിച്ചല്ല, അനുഗ്രഹം ലഭിക്കുമ്പോൾ പറയുവാൻ ആ സമയം തന്നെ തയ്യാറാവുക എന്നതാണ് ഈ സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ മകൾ പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോവുകയല്ല, ഉടമ്പടിയിൽ നിന്ന് വീണു പോവുകയല്ല, മറിച്ച് എളിമയുള്ള മനസ്സോടെ വിശുദ്ധിയുള്ള ജീവിതത്തോടെ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി പുതുക്കിക്കൊണ്ട് എനിക്ക് വന്ന കുറവ് അമ്മ തന്നെ തീർത്ത് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത രീതിയിലേക്ക് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മകളെ അടുത്ത തവണ തന്നെ കൈപിടിച്ചുയർത്തി സ്വസ്ഥമായി സന്തോഷത്തോടെ മകളെ നയിക്കുന്നതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. നമ്മുടെ ഉടമ്പടി ജീവിതത്തെ പരിശോധിക്കാം. ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഒന്ന് ഓർത്തെടുക്കാം. അമ്മയുടെ അരികിൽ സാക്ഷ്യപ്പെടുത്തുവാൻ മടിച്ചു നിൽക്കുന്നുവെങ്കിൽ സാക്ഷ്യപ്പെടുത്തുമെന്ന് വാക്കുകൊടുത്തുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.